തോക്കാൻ വേണ്ടി ജനിച്ച ടീം ചെന്നൈ സൂപ്പർ കിങ്സ് വീണ്ടും തോറ്റു. ഈ ഹോൾ യൂണിവേഴ്സിന് ചെന്നൈ പ്ലേ ഓഫിൽ കയറണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡൽഹി രാജസ്ഥാനെ പൊട്ടിച്ചതും RCB പഞ്ചാബിനെ പൊട്ടിച്ചതും ഈ അലവലാദികൾ എങ്ങനെയെങ്കിലും ഒന്ന് പണ്ടാരടക്കട്ടെ പറഞ്ഞിട്ട്. പക്ഷെ ചെന്നൈക്ക് വേറെ പ്ലാൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്തിനു ജയിക്കണം? ഞങ്ങൾ തൂറി തോക്കാൻ വേണ്ടി ജനിച്ചവരാണ്. കയ്യിലുണ്ടായിരുന്ന കളി കൊണ്ടേ തൊലച്ചു. കുറെ എണ്ണമുണ്ട്. ആദ്യ ക്യാപ്റ്റൻ പാഴ് ഋതുരാജിന് ചെന്നൈന്ന് ചവിട്ടി പുറത്താക്കണം. 21 ബോളിൽ 15 റൺ, അത് ഒരു ബൗണ്ടറി പോലും ഇല്ല. എന്തിനാണ് അണ്ണ ഇങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി കളിക്കുന്നത്? അടിച്ച് കുറ്റിയും തെറിപ്പിച്ച് കേറി പൊയ്ക്കൂടെ ബാറ്റിംഗ് കൊണ്ട്? ഏത് ടീമിന്റെ ക്യാപ്റ്റൻ വേണമെങ്കിൽ എടുത്തു നോക്കും. RCBയുടെ ക്യാപ്റ്റൻ ഇപ്പൊ പട്ടീദാരാണ്. ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ബാറ്റ്സ്മാൻ ആണ് ആ ടീമിത്തെ. പഞ്ചാബിന്റെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഇങ്ങനെ ബോൾ വേസ്റ്റ് ആക്കാൻ നിൽക്കില്ല. കളിച്ചു കഴിഞ്ഞാൽ 80-90 എടുക്കല് വേം പോവും. മുംബൈയുടെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ വന്നിട്ട് ഇതേപോലെ ബോൾ പുഴുങ്ങാൻ നിൽക്കില്ല. SRHന്റെ ക്യാപ്റ്റൻ ഇഷാൻ കിഷൻ ആയിരുന്നു. ഇഷാൻ കിഷൻ യജാതി അടിയടിക്കുന്ന പ്ലെയർ ആണ്. രാജസ്ഥാൻ റോയൽസ് റിയാൻ പരാഗ്, പാൻ പരാഗ് എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നേ ഉള്ളൂ. അടിപൊളി കളിക്കും. ഈ അലവലാദിയെ പോലെ കളിക്കുന്ന ഒരു കളിക്കാരൻ പോലും ഉണ്ടാവില്ല. ടെസ്റ്റ് ക്രിക്കറ്റിന് വരെ അപമാനം. എന്തോന്ന് ക്യാപ്റ്റൻസി. എന്നിട്ട് ഇതിനെ കോച്ച് പറയാണ് ഇങ്ങനത്തെ ഒരു പ്ലെയർ വേണം മറ്റേ ത്രൂ ഔട്ട് ദ ഇന്നിങ്സ്. എന്ത് പുഴുങ്ങാൻ? 11 ഓവർ നിന്നിട്ട് അന്ന് 21 ബോളാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. 20 ഓവർ നിന്നിട്ട് ബാക്കിയും കൂടി പുഴുങ്ങി തിന്നാനാണ്. കളി തുടങ്ങി. സഞ്ജു ഒക്കെ ഒരു ഡ്രീം സ്റ്റാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഓവർ 17 ഒക്കെ വന്നു. ഓൾമോസ്റ്റ് പവർ പ്ലേ 6 ഓവർ 57 എത്തി. ചെന്നൈക്ക് അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. സഞ്ജു ഔട്ടായപ്പോ അപ്പൊ തന്നെ തീ തിന്നാൻ തുടങ്ങി. ഊർവിൽ പട്ടേൽ വന്നു. കമ്മിൻസിനെ 2 പട്ട 6 അടിച്ചു. ഊർവിൽ പട്ടേലും ആയുഷ് മാത്രയും തമ്മിലുള്ള വ്യത്യാസം കളി കണ്ടാൽ തന്നെ മനസ്സിലാവും. ആയുഷ് മാത്ര എല്ലാ ബോളും 6 അടിക്കാൻ വേണ്ടി ജനിച്ച ആളല്ല. ഗ്യാപ്പ് പിക്ക് ചെയ്യും. ആൾക്കറിയാം 30 യാർഡ് സർക്കിളിന്റെ ഉള്ളിലായിരിക്കും പകുതി ഫീൽഡ്. സോ ഫ്ലിക്ക് ചെയ്ത് വിട്ടാൽ കൂടി എനിക്ക് ബൗണ്ടറി കിട്ടുന്നു. എന്നാൽ ഈ പണ്ടാരക്കാലൻ എല്ലാ ബോളും എനിക്ക് അടിക്കണം, 6 അടിക്കണം, മസിൽ ചെയ്ത് പവറാക്കണം. പോയി അടിക്കുന്നത് ചിലപ്പോൾ ബാറ്റിൽ തട്ടൂല്ല, സ്റ്റെമ്പും പോയി. ആൻഡ് SRHന്റെ ബൗളേഴ്സിന് എടുത്ത് പറയണം, വേരിയേഷൻ അവരൊക്കെ എറിഞ്ഞിരിക്കുന്ന കാരണം സ്പോട്ട് ഓൺ സാധനമായിരുന്നു. മറ്റേ ഹസൻ എന്നൊക്കെ പറഞ്ഞവൻ 4 ഓവർ എറിഞ്ഞതില് എനിക്ക് തോന്നുന്നു 4 ബോൾ ആയിരിക്കും ചിലപ്പോ പേസ് ഡെലിവറീസ് എറിഞ്ഞിരിക്കുന്നത്. ബാക്കി 20 ബോൾ സ്ലോ ആണ് എറിഞ്ഞിരിക്കുന്നത്. അതൊക്കെ സ്പോട്ട് ഓൺ. ഇവിടെ സ്ലോ എറിഞ്ഞിരിക്കുന്നു. 5 ഏക്കർ വിട്ടും കൊടുത്തിട്ട് ഇന്നാ മക്കളെ പുഴുങ്ങിക്കോ പറഞ്ഞിട്ട്. ആ കാർത്തിക് ശർമ്മ ആ ചെറുക്കം വന്നിട്ട് കിടുവായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അപ്പുറത്തൊരു മരവാഴ ഉണ്ടായിരുന്നു കൊട്ടും മുട്ടും നിൽക്കാൻ. ആദ്യം അതിനെ ചവിട്ടി പുറത്താക്കിയാൽ തന്നെ ഈ ടീം നന്നാവുള്ളൂ. ആ സഞ്ജു സാംസനെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയിട്ട് ഈ സാധനത്തിനെ ചവിട്ടി പുറത്താക്കുക. ക്യാപ്റ്റൻ ആണ് ഇത്ര. ഏത് മറ്റെടുത്ത ക്യാപ്റ്റൻ. അത് 2 എണ്ണം പോയി കഴിഞ്ഞപ്പോ ഈ കളി ഒന്ന് ഈ 180 ആ ലെവലിലേക്ക് എത്തിയത് ബ്രവിസിന്റെ ഒരൊറ്റ ഇന്നിങ്സ് ആണ്. ഫിനിഷർ ആയിട്ട് ഒരു ബഡാ വാസുവിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. 6 ചാമി 10 ചാമി പറഞ്ഞിട്ട് 100 ബോൾ ഫേസ് ചെയ്താ 1 എണ്ണം 2 എണ്ണം ബാറ്റിൽ തട്ടി 6 പോകും. ഇതെന്തോന്ന് ഫിനിഷർ. വേറെ ഒരുത്തനെ എടുത്തിട്ടുണ്ട്, പ്രശാന്ത് വീര്. മുട്ടിയിട്ട് സിംഗിൾ ഓടാൻ പോലും വയ്യെങ്കിൽ എന്തിനാ കളിക്കുന്നത്? 10-14 കോടി എടുത്ത് ഇറക്കിയ മുതലാണ്. 10 കാളയം എടുത്തിന്ന് വെച്ചാൽ അതെങ്കിലും ഗുണമായിരുന്നു. ഫ്ലെമിംഗ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു സംതിങ് അറൌണ്ട് 172 സീംസ് ലൈക്ക് എ വെരി ഗുഡ് ടോട്ടൽ. 172 അല്ല 180 പുഴുങ്ങിണ്ടായിരുന്നു. എന്നിട്ട് എന്തേ ജയിച്ചില്ല? ആ ലാസ്റ്റ് ഓവറിലൊക്കെ കാണിച്ചിരിക്കുന്നതാണ്. ഇവർക്ക് അറിയാം ഇവന്മാർ എറിയുന്ന എല്ലാ ബോളേഴ്സ് എറിയുന്നത് സ്ലോ ഡെലിവറീസ് ആണെന്ന്. അതുപോലും പിക്ക് ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ലേ? ആൻഡ് SRH ബാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആരും സ്ലോ ഡെലിവറി എറിഞ്ഞതൊന്നും കണ്ടില്ല. എറിഞ്ഞതിനൊക്കെ 5 ഏക്കർ വിട്ടും കൊടുത്തിട്ട് അടിച്ചോ പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡ്രീം സ്റ്റാർട്ടായിരുന്നു ബോളിങ്ങിന് കിട്ടിയത്. സ്പെൻസർ ജോൺസനൊക്കെ റൗണ്ട് വിക്കറ്റ് കൊണ്ടുവന്ന് എറിഞ്ഞപ്പോ ഐ വാസ് ലൈക്ക് വാട്ട് ദ ഫക്ക്. സത്യം. പക്ഷെ സ്പെൻസർ ജോൺസന്റെ സ്പെല്ലൊക്കെ കാണാം. ആദ്യത്തെ 2 ഓവറൊക്കെ കിട്ടുമായിരുന്നു. ട്രാവിസ് ഹെഡിനെ തൂക്കി, മറ്റേ മുകേഷ് ചൗധരി, അഭിഷേക് ശർമ്മ, അക്കേൽ ഹുസൈൻ തൂക്കി. ഡ്രീം സ്റ്റാർട്ട്. എന്നെങ്കിലും സൺറൈസേഴ്സിന്റെ ബാറ്റേഴ്സ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഫസ്റ്റ് 2 ഓപ്പണേഴ്സ് ഇല്ല. അങ്ങനെ ഒരു ഡ്രീം സ്റ്റാർട്ട് കിട്ടിയിട്ട് തൊലച്ചു. കൊണ്ടേ തൊലച്ചു. അതിനകത്ത് ഇതിന്റെ പിടിപ്പ് കേടി ക്യാപ്റ്റൻസി ഋതുരാജ് തന്നെ ഏറ്റെടുക്കണം.
ക്ലാസിന് വന്ന് അടിക്കാൻ തുടങ്ങിയ സമയത്ത് 100 ആവുമ്പത്തിന് അക്കേലൂസിന് അടി കിട്ടുന്നു പറഞ്ഞിട്ട് ദൂബേനെ കൊണ്ട് ഓവർ എറിയിപ്പിച്ചിരിക്കുക. വേറെ എക്സ്ട്രാ ബോളേഴ്സ് ഇല്ലെങ്കിൽ അത് ക്യാപ്റ്റന്റെയും കോച്ചിന്റെയും പിടിപ്പ് കേട്. ഏതൊക്കെ ഫോറസ്റ്റ് മൗണ്ടൻ അങ്ങനെ ഏതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ കുറെ എണ്ണത്തിന്, എന്തുകൊണ്ട് ഇറക്കിയില്ല? ദൂബെ വന്നു 5 ഏക്കർ വിട്ടു കൊടുത്തിട്ടാണ് അണ്ണാ സ്ലോ ബോൾ ഇട്ട് കൊടുക്കുന്നത്. ക്ലാസ്സിനൊക്കെ മറ്റേ ഗത ചുറ്റിന പോലെ, ദുര്യോധൻ ഗത ചുറ്റിന പോലെ ഒറ്റ ചുറ്റില അടിച്ചു വിടുന്നത്. ആൻഡ് എനിക്ക് ഒരു ട്രസ്റ്റും ഇല്ലാത്ത ഒരു ബൗളറാണ് കമ്പോജ്. കമ്പോജ് വന്നു കഴിഞ്ഞാൽ മുട്ടിടിക്കുകയാണ്. ഈ ചങ്ങായി എന്ന് വെച്ചാൽ എല്ലാ ഹാഫ് പിച്ചേഴ്സിലും ആൾക്ക് എങ്ങനെയാണെന്ന് അറിയോ? ഇപ്പൊ മറ്റേ പേർപ്പിൾ ക്യാപ്പിലൊക്കെ ലീഡിങ് വിക്കറ്റ് ടേക്കർ 19 വിക്കറ്റ് ഒക്കെ ആയിട്ട് ഇടയ്ക്ക് പേർപ്പിൾ ക്യാപ്പ് ഒക്കെ വെച്ചില്ലേ, അതിനുശേഷം അണ്ണന് ഡോട്ട് ബോൾസ് വേണ്ട, അണ്ണന് വിക്കറ്റ് എടുക്കണം. ആൻഡ് ഈ കണ്ടിന്യൂസ്ലി ഹാഫ് പിച്ചേഴ്സ് എറിയുക, അതേപോലെ ഇത്രയും വിട്ടു കൊടുത്തിട്ട് സ്ലോ ഡെലിവറീസ് എറിയുക. ഇങ്ങനെയൊന്നും അല്ല കമ്പോജ് ഇനീഷ്യലി ഒന്നും ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പോജ് വന്ന പേടിയാണ്. കമ്പോജ് ഇന്ന് കളി തോക്കാൻ കാരണം 3 വാഴകളാണ്. ഒന്ന് കമ്പോജ്, ഒന്ന് ഋതുരാജ്, ഒന്ന് ദൂബെ. സ്പെൻസർ ജോൺസിന് ക്ലാസിന്റെ ഒരു ക്യാച്ച് കിട്ടിയിട്ടായിരുന്നു. ദാറ്റ് വാസ് എ വെരി ഹാർഡ് ചാൻസ്. പറഞ്ഞിട്ട് കാര്യമില്ല, ആൾ പിടിച്ചു ആളെ കയ്യിൽ നിന്ന് അത് പോയി. നൂർ അഹമ്മദ് ഒക്കെ ജീവൻ കൊടുത്തിട്ടാണ് 6 ആ ബൗണ്ടറി ലൈനിന്നൊക്കെ ആ ബോൾ പിടിച്ച് പുറത്തേക്ക് ഇട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു 10% കമ്മിറ്റ്മെന്റ് പോലും ഇല്ല കുറെ എണ്ണത്തിന്. ഞാൻ സീരിയസ്ലി പറയണം, ഈ 3 പെടലകളെ പിടിച്ച് പുറത്താക്കിയിട്ട് വേറെ ആരെ കൊണ്ടുവന്നിട്ട് വെച്ചാലും തിങ്സ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. ഏതൊക്കെ റീപ്ലേസ്മെന്റ് എടുത്തിട്ടുണ്ട്. ആ മറ്റേ ആകാശ് മറ്റേ ചങ്ങായി ഉണ്ടായിരുന്നില്ല, എന്തായാലും മുംബൈ ഇന്ത്യൻസിന് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. ആ ചങ്ങായി റീപ്ലേസ്മെന്റ് എടുത്തിട്ടുണ്ട്. ഇതിലും കിടുവായിട്ട് ആള് യോർക്കേഴ്സ്. ഇവർക്ക് യോർക്കേഴ്സ് എറിയാൻ അറിയില്ല. മറ്റവരൊക്കെ എത്ര കിടുവായിട്ടാണ് വേരിയേഷൻ എറിയുണ്ടായിരുന്നത് അറിയോ? തൊട്ടാൻ പറ്റിയിട്ടുണ്ടല്ലോ, പിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ അതൊന്നും ഇല്ല. എന്നിട്ട് മുകേഷ് ചൗധരി വന്നിട്ട് നിതീഷ് റെഡ്ഡി ഔട്ടാക്കി. ആ സമയത്ത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാരണം ഇവര് സൺറൈസേഴ്സിനെ പോലെ ഡെത്ത് ഓവർ എറിയോ പറഞ്ഞിട്ട് വരുന്നവനും പോണവനൊക്കെ പിടിച്ച് തൂറ്റിച്ചു വിട്ടു. എത്ര ചാൻസ് കിട്ടും പ്ലേ ഓഫിൽ കയറാൻ? LSG ആയിട്ടുള്ള 2ാമത്തെ കളി ജയിച്ചിട്ട് വെച്ച് ടോപ്പ് 3 വരേണ്ടതായിരുന്നു, തോറ്റു. പിന്നെയും സകലമാന ടീംസ് ബാക്കിയുള്ള ഏതൊക്കെ ടീമിനെ പൊട്ടിച്ചിട്ട് കേറിക്കോ പറഞ്ഞിട്ട് സകലമാന ചാൻസ് തന്നു, തോറ്റു. സങ്കടം വരുന്നുണ്ട് സീരിയസ്ലി. ആ ജേഴ്സിക്ക് ഒരു വിലയില്ലേ? ഇവിടെ 21 ബോൾ 15 ഒക്കെ എങ്ങനെ അക്സെപ്റ്റബിൾ ആവണത്? അത് ഒരു കളിയൊന്നല്ല. വേറെ ഏത് പ്ലെയർ ആണെങ്കിലും ഡ്രോപ്പ് ചെയ്തിട്ട് വേറെ പുതിയൊരു പ്ലെയറിനെ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഈ ഋതുരാജിന്റെ ക്യാപ്റ്റൻസി പുഴുങ്ങിയാൽ മാത്രമേ ടീം ജയിക്കുള്ളൂ എന്നൊന്നും ഇല്ല. സഞ്ജു സാംസൺ ക്യാപ്റ്റൻ ആവട്ടെ, ഊറിൽ പട്ടേൽ നിൽക്കുക, അടിക്കുക, എന്തോ ചെയ്തോട്ടെ, ഇവര് ഓപ്പൺ ചെയ്യട്ടെ. ഏതൊക്കെ പ്ലേയേഴ്സ് ഉണ്ടല്ലോ, ഫോറസ്ട്ര, പിന്നെ വേറെ രാമകൃഷ്ണ ഘോഷിന് വേറെ ഒരു ചെറുക്കനെ റീപ്ലേസ്മെന്റ് എടുത്തിട്ടുണ്ട്. അവസാന ഓവർ വരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ മാജിക് നടക്കും പറഞ്ഞിട്ട്. ഒന്നും പറയില്ല. അഖിൽ ഹുസൈനൊക്കെ നന്നായി ബോൾ ചെയ്തു. 100 അഹമ്മദ് പറ്റുന്ന പോലെയൊക്കെ ചെയ്യും. ആണ് എനിക്ക് മനസ്സിലാവാത്ത, ക്ലാസ് ഒരേ ഏരിയയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അഗെയിൻസ്റ്റ് സ്പിന്നേഴ്സും അതേപോലെ തന്നെ പേസേഴ്സും. ഇത്രയും ഫീൽഡേഴ്സിനെ പണ്ടാരടക്കം ആ ഒരു ഏരിയയിൽ ഒരു ഫീൽഡറിനെ വെക്കാൻ ഋതുരാജിന് പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ക്യാപ്റ്റൻ? നിതീഷ് റെഡ്ഡി വന്നപ്പോൾ അതേ ഏരിയയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഫീൽഡറിനെ അവിടെ പണ്ടാരടക്കാൻ വയ്യേ? ആ ഊർവിൽ പട്ടേലൊക്കെ ലാസ്റ്റ് 4 ഒക്കെ എങ്ങനെ സേവ് ചെയ്ത് നിൽക്കേണ്ടത് അറിയും. പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു പ്രോപ്പർ ഫിനിഷറെ എടുക്കാൻ അവർക്ക് വയ്യ. ന്യൂസിലാൻഡ് പ്ലേയേഴ്സിനെ മാത്രമേ എടുക്കുള്ളൂ എന്ന് നടക്കുന്ന കോച്ച് ഉണ്ട്. എന്തുകൊണ്ട് ഫിൻ അലനെ എടുത്തില്ല? ഒരു പ്രോപ്പർ ഓപ്പണർ ഉണ്ടെങ്കിൽ റണ്ണ് വരും പവർ പ്ലേയിൽ. ഇനി ഞാൻ ഉറപ്പായി പറഞ്ഞു, ഋതുരാജ് വേസ്റ്റ് ചെയ്ത 6-7 ഡെലിവറിയിൽ ഒരു 10 റണ്ണ് വന്നിട്ട് ചിലപ്പോൾ ഇത് ജയിച്ചിട്ടുണ്ടാവും. എല്ലാ കളിയും കഴിഞ്ഞിട്ട് ഇങ്ങനെ വലിയ നെടുമാരൻ പോലെ വന്നിട്ട് ഡയലോഗ് അടിക്കുന്ന, വി വാണ്ട് ടു സ്റ്റിക്ക് ഇൻ ടു അവർ ബേസിക്സ്, വി ആർ ഗോയിങ് ടു ഹാവ് എ മാസ് ഗെയിംസ്, വി ഹാവ് സച്ച് എ ഹ്യൂജ് സ്ക്വാഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ടോ എവിടെ ജയിക്കുന്നത്? പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്മാരൊന്നും പച്ചപിടിക്കും. ആദ്യം ഋതുരാജിന് ആ ദൂബെയൊക്കെ മുംബൈക്ക് ട്രേഡ് ചെയ്ത് കൊടുത്ത് ഹാർദിക് പാണ്ഡ്യ എടുക്ക്. ആ കമ്പോജിനെയും വേണമെങ്കിൽ കൊടുത്തോ? വേണ്ട 2 കമ്പോസ് 19 വിക്കറ്റ് പുഴുങ്ങിയിട്ട് വേണ്ടൊന്നും കാര്യമില്ല. റീസെന്റ് ആയിട്ട് 2-3 കളി തോക്കാൻ ഒരൊറ്റ എടുത്തന കാരണം ആ LSGയുടെ ഒപ്പം
മിച്ചൽ മാഷും ഇംഗ്ലീഷും ഒക്കെ കാണാത്ത ബൗൺസ് ഒന്നുമില്ല. അവന്മാർ പെർത്തിലും പുറത്തിലൊക്കെ കളിച്ച് വളർന്നവന്മാരാണ്. അവന്മാർക്ക് ബൗൺസർ ഇട്ട് കൊടുക്കണം. എന്റെ 130 കിലോമീറ്റർ വെച്ച് അടിച്ച് തൂറ്റിച്ചു വിട്ടു. ഹൗ ക്യാൻ സംബഡി ബി സോ സ്റ്റുപ്പിഡ്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു ടീം ഒരു കംപ്ലീറ്റ് എക്സാമ്പിൾ സെറ്റ് ചെയ്താന്നുണ്ട് ഈ വിക്കറ്റ് എങ്ങനെയാണ് എന്തിട്ടാ വർക്ക് ആവുന്നത്, എന്നിട്ട് പോലും അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തിനാണേ നീയൊക്കെ കളിക്കണേ? ചെന്നൈ സൂപ്പർ കിങ്സ് ഒക്കെ പിരിച്ചു വിടുന്ന നേരെ സത്യം പറയാലോ. ഇവരുടെ മറ്റേ വേറെ സൗത്ത് ആഫ്രിക്കയിൽ കളിക്കുമ്പോൾ ജോബർഗ് സൂപ്പർ കിങ്സ് ഉണ്ട്, ടെക്സസ് സൂപ്പർ കിങ്സ്, അതിൽ നന്നായി കളിക്കുന്ന പ്ലേയേഴ്സിനെ മാത്രം എടുത്തിട്ട് ഈ ടീമിൽ കൊണ്ടുവന്നാൽ മതി. ആ ഫെറാറി അണ്ണനൊക്കെ എടുക്കേണ്ട സമയത്ത് ഷോട്ടിനെ പുഴുങ്ങാൻ നിന്നു. എന്ത് പറയുന്നു തേങ്ങാക്കൊല. ഓരോ കളി ഇരുന്ന് കാണില്ലേ നമ്മളെപ്പോലുള്ള മണ്ടന്മാർ ഈ ടീം ജയിക്കും പറഞ്ഞിട്ട്. അവരാണ് യഥാർത്ഥ മണ്ടന്മാർ. ഇവന്മാർക്ക് ജയിക്കാനുള്ള ഇന്റന്റ് ഒന്നുമില്ല. സഞ്ജു കളിച്ച റണ്ണ് വരും, സഞ്ജു കളിച്ചില്ലെങ്കിൽ പോയി. ഇന്ന് ആ ബ്രവിസൊക്കെ ഒന്ന് ഫോമിൽ വന്നാണ്. ഇന്നത്തെ കളി ജയിച്ചിട്ട് ചിലപ്പോൾ അടുത്ത കളി ഗുജറാത്തിനെ വരെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കപ്പടിക്കാനുള്ള ചാൻസ് വരെ ഉണ്ടായിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സ് ഡെഫിനറ്റ്ലി ഹാവ് അതർ പ്ലാൻസ്. ഞങ്ങൾക്ക് അതർ പ്ലാൻസ് ഉണ്ട്, ഞങ്ങൾക്ക് വേറെ പ്ലാൻസ് ഉണ്ട്. ഞങ്ങൾക്ക് വീട്ടിൽ പോകണം, ചായ കുട്ടിക്കണം, ചോറ് ഉണ്ണണം, തിന്ന് കൊഴുക്കണം. ഇത്രയും കളി കളിച്ചിട്ട് ആ ഡൂബേനെ ഒരു കളി മാറ്റി നിർത്താൻ ഇവരെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഡൂബെ ഏത് കളിയെ കളിച്ചിരിക്കുന്നു മര്യാദയ്ക്ക്? ആ മറ്റേ LSCയുടെ ഒപ്പം ചെപ്പോക്കിൽ വെച്ചുള്ള കളിയിൽ മാർക്രത്തിന് 2 6 അടിച്ചതൊക്കെയാണോ വലിയ കമ്മിറ്റ്മെന്റ് ആയിട്ട് കാണുന്നത്, ടാലന്റ് ആയി കാണുന്നത്? ഇപ്പൊ മനസ്സിലായില്ലേ ഡൂബേനെ എന്തുകൊണ്ടാണ് ബാംഗ്ലൂരും രാജസ്ഥാൻ റോയൽസും ഒക്കെ ഒഴിവാക്കി? തന്നെയാണ് ആകെ 1-2 ഷോട്ട് അടിക്കാൻ പറ്റും. സകലമാല ബോളേഴ്സിന് അറിയാം ഇങ്ങനെ വീക്ക്നെസ് എന്താണ്. ഇനി കളിയും കുളിയൊന്നും ഇല്ല. ഡെഫിനറ്റ്ലി ഡിസേർവ് ആയിട്ടുള്ള ടീംസ് പ്ലേ ഓഫിൽ ക്വാളിഫൈ ആവട്ടെ. ആൻഡ് ഏറ്റവും അർഹിക്കുന്ന ടീം ജയിക്കട്ടെ. ഇജാതി അലവലാദികളൊന്നും അല്ല.